ഏതെങ്കിലും വിധത്തിലുള്ള സുവിശേഷ പ്രഘോഷണ ഉദ്യമങ്ങൾക്ക് പൂട്ടിട്ടിരിക്കുന്ന നിയമ സംവിധാനങ്ങൾ, അടയ്ക്കപ്പെട്ട വാതിലുകളും വിലക്കപ്പെട്ട നിയമങ്ങളും തഴയപ്പെട്ട അവസരങ്ങളും കർത്താവിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമല്ലെന്ന് തെളിയിച്ച് തീവ്ര ഇസ്ലാമിക രാഷ്ട്രമായ ഇറാനിൽ അത്ഭുത ഉണർവിന്റെ കൊടുങ്കാറ്റ് വീശിയടിക്കുന്നതിന്റെ നേർചിത്രങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിനോ ആയിരക്കണക്കിനോ പേരല്ല, ലക്ഷങ്ങളാണ് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യമാണോ എന്നായിരിക്കും പലരുടെയും ചോദ്യം. ആ ചോദ്യത്തിനുള്ള അവിശ്വസനീയമായ മറുപടി നൽകുന്ന പുസ്തകമാണ് ഡേവിഡ് ഗാരിസന്റെ എ വിൻഡ് ഇൻ ദ ഹൗസ് ഓഫ് ഇസ്ലാം. ഒരു കാലത്ത് മുസ്ലിമുകളായിരുന്ന ആയിരക്കണക്കിന് പേരെ നേരിൽ കണ്ട് സംസാരിച്ചതിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. താൻ അഭിമുഖം നടത്തിയ എല്ലാ വ്യക്തികളോടും അദ്ദേഹം ചോദിച്ചത് ഒരേ ചോദ്യമായിരുന്നു: എന്ത് പ്രേരണയാലാണ് നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്? പുസ്തകം വായിച്ചോ, പാശ്ചാത്യ രാജ്യങ്ങളിലെ സുഹൃത്തുക്കളുടെ സ്വാധീനത്താലോ എന്നൊക്കെയുള്ള മറുപടികൾ പ്രതീക്ഷിച്ച അദ്ദേഹത്തോട് അവരെല്ലാവരും പറഞ്ഞ മറുപടി ഒന്നു തന്നെയായിരുന്നു: ഞങ്ങൾ സ്വപ്നത്തിൽ ക്രിസ്തുവിനെ കണ്ടു. ഇറാന്റെ മത പോലീസ് ക്രിസ്തുമതം കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ വഴികളും അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും ഒരു വഴിയും അടച്ചുപൂട്ടാൻ കഴിയാത്ത വിധത്തിൽ ക്രിസ്തു ഇറാൻ ജനതയുടെ വീടകങ്ങളിൽ അവരുടെ സ്വപ്നങ്ങളിലെത്തി സ്വയം വെളിപ്പെടുത്തുകയും അവരെ സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സ്വപ്ന ദർശനം കൊണ്ട് ജീവിതം മാറിമറിഞ്ഞ ഒരാൾ ഇറാൻ ഭരണകൂടത്തിലെ ഒരു ഇന്റലിജൻസ് ഓഫീസർ തന്നെയാണ്. ആധുനിക കാലത്തെ സാവൂൾ എന്ന അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കപ്പെടാൻ യോഗ്യതയുള്ള അയാളുടെ ജോലി വീടുകൾ കേന്ദ്രീകരിച്ച് രഹസ്യമായി സംഗമിക്കുന്ന ക്രൈസ്തവരുടെ വീടുകൾ കണ്ടുപിടിക്കുകയും ക്രൈസ്തവരെ അറസ്റ്റ് ചെയ്യുകയും ബൈബിളുകൾ പിടിച്ചെടുക്കുകയുമായിരുന്നു. തന്റെ ജോലിയിൽ 100% വിശ്വസ്തത പുലർത്തിപ്പോന്നിരുന്ന അയാളുടെ ജീവിതത്തിലേക്കാണ് ക്രിസ്തു ഒരു ദിവസം സ്വപ്നത്തിൽ കടന്നു വന്നത്. ഏതോ ശത്രുവായിരിക്കുമെന്ന് വിചാരിച്ച് അയാൾ ആ രൂപത്തിന് നേരെ ആക്രമിക്കാൻ തന്റെ ആയുധവുമായി ചാടി എണീൽക്കാൻ ശ്രമിച്ചു. എന്നാൽ താൻ കാണുന്ന വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹത്തിന്റെ പ്രകാശ കിരണങ്ങളേറ്റ് താൻ ശയ്യാവലംബനായി മാറിയിരിക്കുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ആ മനുഷ്യൻ തന്നോട് ഒരു ചോദ്യം ചോദിച്ചത് അയാൾ കേട്ടു: നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? അതെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഡമാസ്കസിലേക്ക് പോയ സാവൂളിനോട് ക്രിസ്തു ചോദിച്ച അതേ ചോദ്യം തന്നെ. ആ ചോദ്യം കേട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഭയക്കുകയും അയാൾ വിയർത്തു കുളിക്കുകയും ചെയ്തു. ഇതുവരെ താൻ ക്രൈസ്തവരോട് ചെയ്ത ക്രൂരതകളെല്ലാം ഒരു നിമിഷാർദ്ധത്തിൽ അയാളുടെ മുൻപിലൂടെ കടന്നുപോയി. ആ നിമിഷം അയാളുടെ ഉള്ളിൽ പരിവർത്തനം സംഭവിച്ചു. മറ്റൊരു മനുഷ്യനുമായുള്ള തർക്കവിതർക്കങ്ങളോ ആരുടെയെങ്കിലും നേരിട്ടുള്ള സുവിശേഷ പ്രഘോഷണമോ കേൾക്കാതെ ക്രിസ്തുവുമായുള്ള നേരിട്ടുള്ള അഭിമുഖീകരണം വഴി അയാൾ ക്രിസ്ത്യാനിയായി മാറുകയായിരുന്നു.